കിഴക്കോത്തുപന്നൂരിലെ ഒരു റോഡിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി മാറ്റി. ഒരിക്കലും ഗതാഗത സൗകര്യം എത്തില്ലെന്ന് കരുതിയ കുന്നിനു മുകളിലൂടെ നിർമ്മിച്ച ബൈപ്പാസ് റോഡാണ് ചരിത്രമായി മാറിയത്. 3 പതിറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച റോഡാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത്. കിഴക്കോത്ത് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട രാൻകണ്ടിമുക്കിൽ നിന്നും കണ്ടിയിൽ മീത്തൽ ഭാഗത്തേക്കുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1994-ലാണ്. പ്രദേശവാസികൾ ഒരുമിച്ച് നിന്നപ്പോൾ റോഡ് യാഥാർത്ഥ്യമായി. ഘട്ടം ഘട്ടമായി ടാറിങ്ങും കോൺക്രീറ്റും പൂർത്തിയാക്കി. ഈ റോഡിനെ കണ്ടിയിൽ മീത്തൽ കോളനി റോഡിലേക്ക് ബന്ധിപ്പിക്കാൻ വലിയ കയറ്റം തടസ്സമായി. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് MLA ആയിരുന്ന കാരാട്ട് റസാക്കിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് നാട്ടുകാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത്. ഗതാഗത സൗകര്യം ഉണ്ടാവുമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കുന്നിന് മുകളിലൂടെയുള്ള റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി. ഉദ്ഘാടന ചടങ്ങുകൾ റോഡ് ആരംഭിക്കുന്ന ഭാഗത്താണ് ഒരുക്കിയതെങ്കിലും മന്ത്രിയും MLAയും എല്ലാം കുന്നിന് മുകളിലെത്തിയാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ പോലും ടാറിംഗ് നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും വികസനം എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഗ്രാമാന്തരങ്ങളിൽ ഇത്രയധികം ടാറിട്ട റോഡുള്ള സംസ്ഥാനമാണ് എന്നുള്ളത്. ഒരുപാട് പരിമിതി നമുക്കുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ളതുകൊണ്ട് വലിയ വീതിയുള്ള ഡിസൈൻഡ് റോഡുകൾ അത്ര എളുപ്പമല്ല. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അതിന് ഭൂമി നമുക്ക് അത്രത്തോളം ലഭിച്ചുകൊള്ളണമെന്നില്ല. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 886 മനുഷ്യർ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് അതിൻ്റെ ശരാശരി കണക്ക്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. പക്ഷേ നമ്മൾ റോഡ് നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഉള്ളോട്ടുള്ള റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗ്രാമാന്തരങ്ങളിൽ റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ സംസ്ഥാനത്ത് 2,30,934 കിലോമീറ്റർ റോഡുകൾ ടാർ ചെയ്ത റോഡുകൾ ഉണ്ട് എന്നുള്ളത്. 100 സ്ക്വയർ കിലോമീറ്ററിൽ 548 കിലോമീറ്റർ റോഡ് എന്നതാണ് കേരളത്തിന്റെ റോഡ് സാന്ദ്രത. ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഉയരമാണ്. അതിൽ 30,000 കിലോമീറ്റർ റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ. മഹാഭൂരിപക്ഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന റോഡുകളാണ്. ജനകീയാസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി പ്രാദേശികമായ റോഡുകൾ നമുക്കേറെ സജ്ജമാക്കാനായിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ വികസന മേഖലയിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. പ്രാദേശികമായി വികസനം സാധ്യമായി.
പല പദ്ധതികളിലൂടെ പ്രാദേശിക റോഡുകളുടെ വികസനം ഇപ്പോൾ സർക്കാർ ഉറപ്പാക്കുന്നു. BMMBC റോഡുകളായി പല പ്രാദേശിക റോഡുകളും മാറി. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന റോഡ് നിർമ്മാണ രീതിയാണ് BMMBC. ചിലത് കോൺക്രീറ്റ് ചെയ്ത് ശക്തിപ്പെടുത്തി. ഇത് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസിപ്പിച്ചതാണ്. സമഗ്ര വികസനമാണ് നമ്മളെല്ലാവരും ലക്ഷ്യമിടുന്നത്. അതെല്ലാ മേഖലയിലും എത്തണം. സാധാരണ ജനങ്ങളിൽ വികസനമെത്തൽ അനിവാര്യമാണ്. എല്ലാ പ്രദേശവും വികസിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്താകെ വികസനം ഉണ്ടാകൂ. ആ നിലയിലാണ് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. MK മുനീർ MLA അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ബിൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സാജിദത്ത്, മലപ്പുറം സ്പിന്നിംഗ് മിൽ ചെയർമാൻ P. മുഹമ്മദ് യൂസുഫ് ഹാജി, MA ഗഫൂർ മാസ്റ്റർ, M. ബാബുരാജ്, UP അബ്ദുൽ ഖാദർ മാസ്റ്റർ, VP അഷ്റഫ്, ഇസ്ഹാഖ് മാസ്റ്റർ, അക്കര KC മുഹമ്മദ്, ബാബു ഓങ്ങിലാട്ട്, PT അഹമ്മദ്, ജാഫർ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ തന്ന ഞങ്ങളോട് കൂടെ നിന്ന പ്രിയപ്പെട്ട ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. Dia Gold and Diamonds, my jewelry, my identity.